ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൊട്ടാറ്റോ മുറുക്കാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ തൊലി കളയുന്നത് കേട്ടോ. കുക്കറിൽ ഞാൻ അതുപോലെ കഷ്ണാക്കിയിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇടികല്ല് കൊണ്ട് ഒന്ന് കുത്തിയെടുക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കും. തീരെ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വലിയൊരു കപ്പായതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ. പൊടി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്കൊരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനവിടെ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉരുളക്കിഴങ്ങിലത്തെ വെള്ളം തന്നെ ഉണ്ടാവും കേട്ടോ. ചെറുതായിട്ടൊരു നനവും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ അങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നിങ്ങൾ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ആ കട്ടകളൊക്കെ ഉടച്ച് നന്നായി കുഴച്ചെടുക്കണം. അതിന് ശേഷം നമ്മളിതാ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ഈ ഒരു നുറുക്കിൻ്റെ ചില്ലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് നന്നായി ചൂടായി കഴിയുന്ന സമയത്ത് നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് പ്രത്യേകം ശ്രദ്ധിക്കണം. എണ്ണ ചൂടായതിന് ശേഷം ഫ്ലെയിം നന്നായി കുറച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇതന്നെ കഷ്ണം കഷ്ണമായിട്ട് ഇങ്ങനെ വരും. നമ്മളിതൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചൊന്ന് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കും വേണ്ട. ചെറുതായിട്ടൊന്ന് എണ്ണയിൽ ചൂടായതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു മുറുക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളിത് ഇടുന്ന സമയത്ത് എണ്ണയിലേക്ക് ഇത് ഇടുന്ന സമയത്ത് ഫ്ലെയിം നന്നായി കുറച്ച് കൊടുക്കണം. അല്ലാണ്ട് പെട്ടെന്നത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഞാൻ പൊരിച്ച് എടുക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.